ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യം ഗൂഗിൾ പേൻ്റെ ഒരു ചിത്രം കാണിച്ചല്ലേ. അപ്പോൾ ഒന്നുമല്ല, നമ്മൾക്ക് ഗൂഗിൾ പേ എന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മളൊന്ന് നിങ്ങൾക്ക് വിചാരിച്ചാണ് ഗൂഗിൾ പേ ഇങ്ങനെയൊക്കെ തരുമോ, ഇത് പൈസ കൊടുത്ത് വിളിച്ചാണോ? ഇത് പൈസ ഒന്നും കൊടുത്തല്ല, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമുക്ക് സാധനം തുറന്ന് നോക്കിയിട്ട് നോക്കാം. ഓ ശരി, വേണം എടുത്തോ, ഒരു സ്പീഡിൽ കിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ എനിക്കിവിടെ ഒരു ഷോപ്പുണ്ടല്ലോ, അമ്മയ്ക്ക് ഒരു ഷോപ്പുണ്ട്, എസ്തറി ഷോപ്പുണ്ട്. അതിൻ്റെ സ്കാനറാണിത്. കടക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ സ്കാനർ 2 ആണ് ഇതിനകത്തുള്ളത്. അല്ലാതെ വേറൊരു സാധനമാണ് ഇത്. സ്റ്റിക്കർ മാത്രമല്ല, ഇതിനായിട്ട് സ്റ്റാൻഡും ഉണ്ട്. കണ്ടോ, വലിയ രീതിയിൽ സ്റ്റാൻഡുണ്ട്. ഇതിൻ്റെ ബേക്ക് ഇത് അതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് വെച്ചിട്ടാണിത് ഫിറ്റ് ചെയ്യുക. ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഇരിക്കും. നന്നായിട്ട് ഫിറ്റ് ചെയ്യണം. ഇതുണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഇരിക്കും. ഇതൊരു സ്കാനറാണ് കേട്ടോ. കണ്ടോ, നമുക്കിതിങ്ങനെയൊക്കെ വെക്കാം. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നത്. ഇത് നല്ല കട്ടിയുള്ള കേട്ടോ. നമ്മൾ വിചാരിക്കും കട്ടി ഉണ്ടാവില്ല. ഇത് തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഗൂഗിൾ പേ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ഒരു മിനി ആയിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ് ലാബായിട്ട് ഇത് നമുക്ക് തൂക്കിയിടുന്ന ടൈപ്പ്. അപ്പോൾ ഈ സാധനമെല്ലാം എങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് നിങ്ങൾക്കൊന്നും അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ഫോർ ബിസിനസ് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ തുറക്കുമ്പം നമ്മളതിനകത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പറും പാൻ കാർഡ് നമ്പറും പിന്നെ കടയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. എന്നാലും അത് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് സാധാ പോലെ ആയത്. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് കടേൻ്റെ ഡീറ്റെയിൽസ്, കടയില്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ബാലൻസ് ഒന്നുണ്ട്, നിങ്ങൾക്ക് ബാലൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണം. മൈ QR കോഡ് എന്നുണ്ടാവും. അവിടെ പോയി ഞെക്കിയിട്ട് ട്രാക്ക് QR കോഡ് കിറ്റ് എന്നുണ്ടാവും. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ അഡ്രസ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കടയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.